സദസ്സിന് വന്ദനം. മലയാള സാഹിത്യത്തിലെ പ്രശസ്തനായ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് ഏതാനും വാക്കുകൾ സംസാരിക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇന്ന് ജൂലൈ 5 ബഷീറിന്റെ ഓർമ്മദിനം. 1908 ജനുവരി 21 ജനിച്ച് 1994 ജൂലൈ 5 നമ്മളോട് വിട പറഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനമാണ് നാം ബഷീർ ദിനമായി ആചരിക്കുന്നത്. നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ അദ്ദേഹം ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മലയാള ഭാഷ അറിയാവുന്ന ഏതൊരാൾക്കും ബഷീർ സാഹിത്യം ഉൾക്കൊള്ളാൻ കഴിയും. ഹാസ്യം കൊണ്ട് അദ്ദേഹം വായനക്കാരെ ചിന്തിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തന്റേതു മാത്രമായ വാക്കുകളും ശൈലികളുമായിരുന്നു ബഷീറിന്റെ സവിശേഷത. ബാല്യകാല സഖി, പ്രേമലേഖനം, മതിലുകൾ, എന്റെ ഉപ്പാപ്പക്കൊരു ആനയുണ്ടായിരുന്നു, ശബ്ദങ്ങൾ, പാത്തുമ്മയുടെ ആട്, ഭൂമിയുടെ അവകാശികൾ തുടങ്ങിയവ പ്രധാന കൃതികളിൽ ചിലതാണ്. കേന്ദ്ര സംസ്ഥാന അവാർഡുകൾ ലഭിച്ച അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. ബഷീർ വിട പറഞ്ഞുവെങ്കിലും അദ്ദേഹത്തിന്റെ രചനകൾ അതേ പുതുമയോടെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇനി വരുന്ന തലമുറയിൽ ബേപ്പൂർ സുൽത്താൻ നിലനിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.